നമസ്കാരം. കടൽക്കിഴവന്മാർ ഇടം പിടിച്ച സ്ഥാനാർത്ഥി പട്ടിക. ആയുസ് തീർന്നിട്ടും ആർത്തി തീരാത്തവർ. നവകേരള നിർമ്മിതിക്ക് കരുത്തു പകരുവാൻ ജനകീയ മുഖങ്ങളെ അണിനിരത്തി CPM സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പുറത്തിറക്കി. ലോകം നെഞ്ചേറ്റിയ വികസന കുതിപ്പിന് ചുക്കാൻ പിടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ ഫുട്ബോൾ മൈതാനത്തെ ഇതിഹാസം ഷറഫ് അലി വരെ ഉൾപ്പെടുന്ന വൻ നിരയാണ് ഇക്കുറി ജനവിധി തേടുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഭരണ തുടർച്ചയുടെ ആത്മവിശ്വാസവുമായിട്ട് മുഖ്യമന്ത്രിയും 11 മന്ത്രിമാരും ഇക്കുറി പോരാട്ട വീതിയിലുണ്ട്. 54 സിറ്റിംഗ് MLA നിലനിർത്തിയ പട്ടികയിൽ കരുത്തുറ്റ യുവനിരയ്ക്കും വനിതകൾക്കും അർഹമായ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉൾപ്പെടെയുള്ള യുവനേതാക്കൾ ജനഹൃദയങ്ങൾ കീഴടക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. പിണറായി വിജയനെ കൂടാതെ മന്ത്രിനിര എന്ന് പറയപ്പെടുന്നത് KN ബാലഗോപാൽ, P രാജീവ്, PA മുഹമ്മദ് റിയാസ്, BN വാസവൻ, സജി ചെറിയാൻ, B ശിവൻകുട്ടി, വീണ ജോർജ്, ഡോക്ടർ R ബിന്ദു, MB രാജേഷ്, B അബ്ദുറഹ്മാൻ, OR കേളു എന്നിവർ വീണ്ടും ജനവിധി തേടാൻ ഒരുങ്ങുകയാണ്. പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയന് പുറമെ KK ശൈലജ, KN ബാലഗോപാൽ, P രാജീവ്, TP രാമകൃഷ്ണൻ എന്നീ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും മത്സര രംഗത്തുണ്ട് എന്നുള്ളതാണ് ആ പാർട്ടിയുടെ സംഘടനാ കരുത്ത് എന്ന് പറയപ്പെടുന്നത്. ഇനി KK ശൈലജയും PK ശ്യാമളയും വീണ ജോർജും ഉൾപ്പെടെ 10 വനിതകളാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. ഇതിൽ 2 പേർ നിലവിലെ മന്ത്രിമാരും ഒരാൾ മുൻ മന്ത്രിയുമാണ്. ഇതാണ് CPMന്റെ വനിതാ പ്രാതിനിധ്യം. 6 സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും CPM ഇക്കുറി മത്സര രംഗത്തിറക്കുന്നുണ്ട്. അനുഭവ സമ്പത്തും യുവത്വത്തിന്റെ ആവേശവും ഒത്തുചേരുന്ന ഈ പട്ടികയിലൂടെ വൻ വിജയം കൊയ്യാമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി നേതൃത്വം. പക്ഷേ എവിടെയാണ് യുവത്വം, ആരാണ് യുവാക്കൾ എന്നതിനെ കുറിച്ച് മാത്രം ആർക്കും മനസ്സിലാകുന്നില്ല. ആ പട്ടികയൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ മഞ്ചേശ്വരത്ത് KR ജയാനന്ദ, ഉദുമയിൽ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, തൃക്കരിപ്പൂരിൽ ഡോക്ടർ VPP മുസ്തഫ, പയ്യന്നൂരിൽ TI മധുസൂദനൻ, തളിപ്പറമ്പിൽ PK ശ്യാമള, അഴീക്കോട് KV സുമേഷ്, കല്യാശ്ശേരിയിൽ M വിജിൻ, ധർമ്മടത്ത് പിണറായി വിജയൻ, മട്ടന്നൂരിൽ VK സനോജ്, പേരാവൂരിൽ KK ശൈലജ, തലശ്ശേരിയിൽ കാരായി രാജൻ, മാനന്തവാടിയിൽ OR കേളു, സുൽത്താൻ ബത്തേരിയിൽ MS വിശ്വനാഥൻ, കുറ്റ്യാടിയിൽ KP കുഞ്ഞമ്മദുകുട്ടി, പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ, ബാലുശ്ശേരിയിൽ അഡ്വക്കേറ്റ് KM സച്ചിൻ ദേവ്, കൊയിലാണ്ടിയിൽ K ദാസൻ, കോഴിക്കോട് നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രൻ, ബേപ്പൂരിൽ PA മുഹമ്മദ് റിയാസ്, തിരുവമ്പാടിയിൽ ലിൻഡോ ജോസഫ്, പൊന്നാനിയിൽ അഡ്വക്കേറ്റ് MK സക്കീർ, വണ്ടൂരിൽ ഡോക്ടർ KA ദാമോദരൻ മാസ്റ്റർ, പെരിന്തൽമണ്ണയിൽ BP മുഹമ്മദ് ഹനീഫ, മങ്കടയിൽ MB അലവി, തൃത്താലയിൽ MB രാജേഷ്, തരൂരിൽ PP സുമേദ്, കൂടാതെ ആലത്തൂരിൽ TM ശശി, നെന്മാറയിൽ K പ്രേമൻ, ഷൊർണൂരിൽ P മമ്മിക്കുട്ടി, ഒറ്റപ്പാലത്ത് അഡ്വക്കേറ്റ് K പ്രേംകുമാർ, കോങ്ങാട് അഡ്വക്കേറ്റ് K ശാന്തകുമാരി, മലമ്പുഴയിൽ A പ്രഭാകരൻ, കുന്നംകുളത്ത് AC മൊയ്തീൻ, ചേലക്കരയിൽ UR പ്രദീപ്, മണലൂരിൽ പ്രൊഫസർ C രവീന്ദ്രനാഥ്, ഗുരുവായൂരിൽ NK അക്ബർ, കൂടാതെ പുതുക്കാട് KK രാമചന്ദ്രൻ, ഇരിങ്ങാലക്കുടയിൽ ഡോക്ടർ R ബിന്ദു, വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി, അങ്കമാലിയിൽ അഡ്വക്കേറ്റ് സാജു പോൾ, ആലുവയിൽ അഡ്വക്കേറ്റ് AM ആരിഫ്, കുന്നത്തുനാട് PV ശ്രീനിജൻ, വൈപ്പിനിൽ അഡ്വക്കേറ്റ് MB ഷൈനി, കളമശ്ശേരിയിൽ P രാജീവ്, തൃക്കാക്കരയിൽ അഡ്വക്കേറ്റ് പുഷ്പാദാസ്, കൂടാതെ കൊച്ചിയിൽ KJ മാക്സി, തൃപ്പൂണിത്തുറയിൽ KN ഉണ്ണികൃഷ്ണൻ, കോതമംഗലത്ത് ആന്റണി ജോൺ, ഉടുമ്പൻചോലയിൽ KK ജയചന്ദ്രൻ, ദേവികുളത്ത് അഡ്വക്കേറ്റ് A രാജ, ഏറ്റുമാനൂർ BN വാസവൻ, കോട്ടയത്ത് അഡ്വക്കേറ്റ് K അനിൽകുമാർ, പുതുപ്പള്ളിയിൽ KM രാധാകൃഷ്ണൻ, അരൂരിൽ ദിലീമ ജോജോ, കൂടാതെ ആലപ്പുഴയിൽ PP ചിത്തരഞ്ജൻ, അമ്പലപ്പുഴയിൽ സലാം, കായംകുളത്ത് അഡ്വക്കേറ്റ് U പ്രതിഭ, ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ, മാവേലിക്കരയിൽ MS അരുൺകുമാർ, ആറന്മുളയിൽ വീണ ജോർജ്, കോന്നിയിൽ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ, കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ, കുണ്ടറയിൽ SL സജികുമാർ, ഇരവിപുരത്ത് M നൌഷാദ്, കൊല്ലത്ത് ജയമോഹൻ. കൂടാതെ വർക്കലയിലേക്ക് എത്തപ്പെടുമ്പോൾ അല്ലെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് എത്തപ്പെടുമ്പോൾ, അവിടെ തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്തപ്പെടുമ്പോൾ വർക്കല മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് V ജോയി, ആറ്റിങ്ങൽ OS അംബിക, വാമനപുരത്ത് അഡ്വക്കേറ്റ് DK മുരളി, കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ, വട്ടിയൂർക്കാവിൽ അഡ്വക്കേറ്റ് VK പ്രശാന്ത്, നേമത്ത് V ശിവൻകുട്ടി, കാട്ടാക്കടയിൽ അഡ്വക്കേറ്റ് IB സതീഷ്, അരുവിക്കരയിൽ അഡ്വക്കേറ്റ് G സ്റ്റീഫൻ, നെയ്യാറ്റിൻകരയിൽ K ആൻസിലൻ, പാറശാലയിൽ CK ഹരീന്ദ്രൻ. കൂടാതെ ഇത്രയും പേരടങ്ങുന്ന 75 പേരുടെ പാനൽ. ഇനിയുമുണ്ട് ഈ CPMന്റെ സ്വതന്ത്രരായിട്ട് മത്സരിക്കുന്ന കുന്നമംഗലത്ത് PTA റഹീം, താനൂരിൽ V അബ്ദുറഹ്മാൻ, വേങ്ങരയിൽ മുഹമ്മദ് സഹാബ്, കുണ്ടുകുഴിക്കൽ, നിലമ്പൂരിൽ ഷറഫ് അലി ഫുട്ബോൾ താരം, കൂടാതെ തവനൂരിൽ KT ജലീലും, ചവറയിൽ ഡോക്ടർ സുജിത് വിജയനും, മാഹിയിൽ അഡ്വക്കേറ്റ് T അശോക് കുമാറും. ഇങ്ങനെ ഒരു നീണ്ട നിര, 81 പേരുടെ പട്ടിക. CPM സ്ഥാനാർത്ഥി പട്ടികയിൽ യുവാക്കൾ കളം പിടിക്കുമെന്ന് കരുതിയെടുത്ത് പട്ടിക പുറത്തു വന്നപ്പോൾ ഇടം പിടിച്ചത്, തല നരച്ചതും നരയ്ക്കാൻ തുടങ്ങിയതുമായിട്ടുള്ള കാരണവന്മാർ കടൽ കിഴവന്മാർ.
2024 നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള CPM സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന മുൻനിര യുവ നേതാക്കൾക്ക് കനത്ത ഷോക്ക്. ഇതാണ് CPM കൊടുത്തിരിക്കുന്നത്. CPMന്റെ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള M സ്വരാജ് എന്തേ മറന്നു? നിലവിലെ സ്പീക്കറായിട്ടുള്ള AM ഷംസീർ എന്തേ മറന്നു? DYFയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള V വസീഫ്, SFIയുടെ മുൻ ദേശീയ പ്രസിഡന്റായിട്ടുള്ള VP സാനു, SFIയുടെ തന്നെ മുൻ സംസ്ഥാന സെക്രട്ടറിയായ PM ആർഷോ, വനിതാ യുവജന നേതാവായിട്ടുള്ള ചിന്തോ ജെറോം. ഈ ചിന്താ ജെറോം അടക്കമുള്ളവർക്ക് എന്തു പറ്റി? ഇത്തവണ ഇവർ ആരും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ല, അവർക്ക് ഇടമില്ല എന്നുള്ളതാണ്. ഇനി ഇവർക്ക് പുറമെ ചാനൽ ചർച്ചകളിൽ പാർട്ടി മുഖങ്ങളായിരുന്നല്ലോ ജേക്സി തോമസ്, KS അരുൺകുമാർ, തിരുവനന്തപുരം കോർപ്പറേഷന്റെ മുൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ, SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള M ശിവപ്രസാദ്. ഇവരും ഇത്തവണ ഈ മത്സര രംഗത്തില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകണമെന്നും യുവതലമുറ കടന്നു വരണമെന്നായിരുന്നല്ലോ CPM പറഞ്ഞിരുന്നത്. എന്നാൽ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്, SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ബാലുശ്ശേരിയുടെ MLAയുമായിട്ടുള്ള സച്ചിൻ ദേവ് എന്നിവർ മാത്രമാണ് ഇത്തവണ ഈ യുവാക്കൾ എന്ന വിഭാഗത്തിൽ നിന്ന് മത്സരത്തിന് രംഗത്തേക്കുള്ളത്. അതേസമയം മൂന്നാം ടൈമിലും ഭരണം പിടിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് CPM മത്സര രംഗത്തിറങ്ങുമ്പോൾ യുവാക്കളെ തഴഞ്ഞത് എന്തിനാണ്? അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ വിജയിച്ച MLAമാരെ തന്നെ ഇത്തവണയും CPM രംഗത്തിറക്കിയിരിക്കുന്നത് വിജയിക്കാൻ വേണ്ടി തന്നെയാണ്. 56 സിറ്റിംഗ് MLAമാരെയാണ് ഇത്തവണയും മത്സര രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. പാർട്ടി വേദികളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന യുവനേതാക്കളെ പരിഗണിക്കാത്തത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കവും സംശയവുമില്ലാത്ത കാര്യമാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി CPMന്റെ ആശയ പ്രചാരണത്തിലും തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിലും മുൻപന്തിയിൽ ഉണ്ടായിരുന്നവരാണ് ഈ വെട്ടി നിരത്തപ്പെട്ട യുവനിര എന്ന് മറന്നു പോകരുത്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്ന ഇവർക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. ജേക്സി തോമസിനെ പോലെ ശക്തമായ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ സാധ്യത കൽപ്പിച്ചിരുന്നവരെയും M സ്വരാജിനെ പോലെ വാഗ്മികളായിട്ടുള്ള നേതാക്കളെയും ഒഴിവാക്കിയത് അണികളിൽ കടുത്ത അമർഷത്തിനിടയാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ മണ്ഡലങ്ങളിലെ പ്രാദേശിക ഘടകങ്ങളുടെ അഭിപ്രായം മാനിക്കാതെ മുകളിൽ നിന്നെടുത്ത തീരുമാനമാണ് ഇത് എന്നുള്ള ആക്ഷേപം വളരെ കൃത്യമായിട്ട് പ്രാദേശിക തലങ്ങളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. സിറ്റിംഗ് MLAമാർക്കും മുൻ മന്ത്രിമാർക്കും വീണ്ടും പരിഗണന നൽകുമ്പോൾ യുവ നേതാക്കളെ തഴഞ്ഞത് വോട്ടർമാരെ എങ്ങനെ ബാധിക്കുമെന്നതാണ് പലരും ഉറ്റുനോക്കുന്നത്. ഇവിടെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. വീണ്ടും വീണ്ടും CPM എന്ന് പറയപ്പെടുന്നത്, അവരുടെ പരിഗണന എന്ന് പറയപ്പെടുന്നത് നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കുന്നതാണ് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ വീണ്ടും ഈ കടക്കിഴവന്മാർക്ക് ഇങ്ങനെ സ്ഥാനാർത്ഥിത്വം നൽകില്ലായിരുന്നു, യുവാക്കളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുമായിരുന്നു. ഈ പറഞ്ഞ AM ഷംസീറിനും സ്വരാജിനുമൊക്കെ എന്തയിത്തമാണ് കൽപ്പിച്ചിരിക്കുന്നത് പാർട്ടി എന്ന് പറയേണ്ടി വരും. ഈ 25 ദിവസങ്ങൾ കൂടി മുന്നോട്ട് പോകുമ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് ചെന്ന് വോട്ട് ചെയ്യപ്പെടുമ്പോൾ ചിലപ്പോൾ അന്ന് അത്ഭുത പരതന്ത്രരായി പോവും ഇന്നത്തെ ഈ CPMന്റെ കടൽ കിഴവന്മാരായിട്ടുള്ള നേതാക്കന്മാർ, ആയുസ് തീർന്നിട്ടും ആർത്തി തീരാത്തവന്മാർ.